ആഗോള കായിക ഭൂപടത്തിൽ ഫുട്ബോൾ ലോകകപ്പ് എന്നത് ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന ലോകകപ്പ് ആവേശത്തിന് സമാനമായിരുന്നില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാഹചര്യം. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും വലിയൊരു നഷ്ടബോധത്തിന്റെ ചരിത്രമാണ് 1950 ബ്രസീൽ ഫിഫ ലോകകപ്പ്. ഏഷ്യയിൽ നിന്ന് തന്നെ ആദ്യമായി ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിട്ടും ആ സുവർണാവസരം വേണ്ടെന്ന് വയ്ക്കാൻ അന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. ഈ പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ ചരിത്രപരമായ തീരുമാനത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും ഒളിമ്പിക്സിനോടുള്ള അന്നത്തെ ഭ്രമവും എങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗതി മാറ്റിയതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫുട്ബോൾ ലോകത്തെ വീണ്ടും സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1950 ബ്രസീലിൽ വെച്ച് ഫിഫ ലോകകപ്പ് സംഘടിപ്പിച്ചത്. യുദ്ധത്തിന്റെ കെടുതികൾ കാരണം പല പ്രമുഖ രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്നിരുന്ന കാലമായിരുന്നു അത്. ഏഷ്യൻ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യയോടൊപ്പം മ്യാൻമർ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യാത്രാക്ലേശങ്ങളും ചൂണ്ടിക്കാട്ടി ഈ രാജ്യങ്ങളെല്ലാം യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് പിന്മാറി. ഇതോടെ ഒരു മത്സരം പോലും കളിക്കാതെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിന് ബ്രസീൽ ലോകകപ്പിന് നേരിട്ട് യോഗ്യത ലഭിച്ചു. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു മുഹൂർത്തമായിരുന്നു അത്. ഇന്ത്യ എന്തുകൊണ്ട് ആ ലോകകപ്പ് കളിച്ചില്ല എന്ന ചോദ്യത്തിന് വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഇന്ത്യൻ താരങ്ങൾക്ക് ബൂട്ടില്ലാത്തതിനാൽ നഗ്നപാതരായി കളിക്കാൻ ഫിഫ അനുവദിച്ചില്ല. എന്നാൽ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഇതൊരു ശുദ്ധമായ അബദ്ധമാണെന്ന് മനസ്സിലാക്കാം. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഫ്രാൻസിനെതിരെ നഗ്നപാതരായാണ് ഇന്ത്യ പന്ത് തട്ടിയത്. അതുമാത്രമല്ല, ഫിഫ ബൂട്ട് ധരിക്കണം എന്ന നിയമം കർശനമാക്കുന്നത് 1953 മാത്രമാണ്. അതിനു മുൻപ് വരെ ഇതിൽ ഇളവുകൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ബൂട്ടിന്റെ അഭാവമായിരുന്നില്ല ആ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. മറിച്ച് ഭരണപരമായ വീഴ്ചകളും കായിക രംഗത്തെ അന്നത്തെ മുൻഗണനാ ക്രമങ്ങളുമായിരുന്നു പ്രധാന വില്ലൻ. ഇന്ന് ഫിഫ ലോകകപ്പിനുള്ള ജനപ്രീതി അന്ന് ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. 1950 ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്നത് ഒളിമ്പിക്സ് മാത്രമായിരുന്നു. അമേച്ചർ കായിക താരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ വേദിയായി അത് കണക്കാക്കപ്പെട്ടു. എന്നാൽ ലോകകപ്പ് എന്നത് കേവലം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമായാണ് അന്നത്തെ ഇന്ത്യൻ ഫുട്ബോൾ അധികാരികൾ കണ്ടിരുന്നത്. നീണ്ട യാത്ര ചെയ്ത് ബ്രസീലിൽ പോയി കളിക്കുന്നതിനേക്കാൾ ഇന്ത്യൻ ഫെഡറേഷന് താല്പര്യം വരാനിരിക്കുന്ന 1952 ഹെൽസിങ്കി ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ലോകകപ്പ് അത്ര വലിയൊരു കാര്യമായിരുന്നില്ല. ഒളിമ്പിക്സ് കളിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ താരം ഷൂ മേവാലാൽ പിൽക്കാലത്ത് പറഞ്ഞ ഈ വാക്കുകൾ ഫെഡറേഷന്റെയും കളിക്കാരുടെയും അന്നത്തെ മാനസികാവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുന്നു. ഒളിമ്പിക്സിനോടുള്ള വലിയ താല്പര്യത്തിന് പുറമെ ഇന്ത്യയുടെ പിന്മാറ്റത്തിന് കാരണമായ മറ്റൊരു പ്രധാന ഘടകം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് വെറും 3 വർഷം മാത്രം പിന്നിട്ട ഒരു പുതിയ രാജ്യത്തിന് ബ്രസീൽ വരെയുള്ള യാത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരുന്നു. യാത്രാ ചെലവുകളുടെ ഒരു ഭാഗം വഹിക്കാൻ ബ്രസീലിയൻ സർക്കാരും ഫിഫയും വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും കപ്പൽ മാർഗമുള്ള ആഴ്ചകൾ നീളുന്ന യാത്രയും പരിശീലനത്തിനുള്ള സമയക്കുറവും AIFF കാരണമായി ചൂണ്ടിക്കാട്ടി. വളരെ ചുരുങ്ങിയ മത്സരങ്ങൾക്കായി ലോകത്തിന്റെ അങ്ങേയറ്റം വരെ യാത്ര ചെയ്യുന്നത് അനാവശ്യമാണെന്നായിരുന്നു അന്നത്തെ അധികാരികളുടെ ദീർഘവീക്ഷണമില്ലാത്ത വിലയിരുത്തൽ. 1950 ലോകകപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. 1951 1962 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടാനും 1956 മെൽബൺ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്തെത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ആ കാലഘട്ടത്തിന്റെ ടീമിന്റെ അപാരമായ പ്രതിഭ തെളിയിക്കുന്നതാണ്. എന്നാൽ ലോകകപ്പ് പോലെ ഒരു ഗ്ലോബൽ വേദിയിൽ മികച്ച യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ടീമുകളുമായി ഏറ്റുമുട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ആഗോള വളർച്ചയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. പിൽക്കാലത്ത് ലോക ഫുട്ബോൾ വലിയ പ്രൊഫഷണൽ മാറ്റങ്ങളിലേക്ക് കടന്നപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ബഹുദൂരം പിന്നിലായിപ്പോയി. ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താനാവില്ല. അന്ന് ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളെടുത്ത ഭരണാധികാരികൾ ഒരു രാജ്യത്തിന്റെ വലിയ ഫുട്ബോൾ സ്വപ്നങ്ങളുടെ അടിത്തറയാണ് ഇളക്കിയത്. അന്നത്തെ ആ സുവർണ തലമുറ കളിക്കളത്തിൽ കാട്ടിയ പോരാട്ട വീര്യം ലോകകപ്പിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നത് ഇന്നും ഓരോ കായിക പ്രേമിക്കും വലിയൊരു നൊമ്പരമാണ്. ലോകകപ്പ് യോഗ്യത എന്നത് ഇന്നും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അതിവിദൂരമായ ഒരു സ്വപ്നമായി അവശേഷിക്കുമ്പോൾ 1950 ആ പിന്മാറ്റം ഒരു തീരാ നഷ്ടമായി തന്നെ നമ്മുടെ ചരിത്ര താളുകളിൽ എക്കാലവും നിലനിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.